ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ആദർശിന്റെയും നയനുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും മടിക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നയന് ഒരു വിധത്തിൽ പറഞ്ഞ് നമ്മുടെ ദേവയാനിയുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ദേവയാനീനെ തോൽപ്പിക്കാൻ ആകെ അതായത് ദേവയാനീനെ തോൽപ്പിക്കാനല്ല, ദേവയാനി തോറ്റു തരാനാകെ ഒരു ഐഡിയയേ ഉള്ളൂ. അതായത് ആ ഒരു ഐഡിയ തന്നെയാണ് നമ്മുടെ നയനെ ഇന്ന് പ്രയോഗിച്ചത്. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ആദർശ അമ്മയോട് വന്ന് മിണ്ടാനായിട്ട് നോക്കി നിന്നു. ഒരിക്കലും മിണ്ടുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. എങ്കിലും അരികെ പോയി നിന്ന് മിണ്ടിയപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി തിരിച്ച് സംസാരിക്കുകയും അതുപോലെ പഴയ ദേവയാനിയായി മാറുന്നതും നമ്മുടെ ആദർശ് കണ്ടു. ആദർശന് സന്തോഷം സഹിക്ക വയ്യാതെ പോയി. പക്ഷേ നമ്മുടെ ദേവയാനി ഒതുങ്ങിയിട്ടും അടങ്ങിയിട്ടൊന്നുമില്ല. നമ്മുടെ ദേവയാനി നയനെ എങ്ങനെ അനന്തപുരി തറവാട്ടിന് വെളിയിലാക്കാം എന്ന് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കൺമൂടി കെട്ടാൻ വേണ്ടി, അതായത് എല്ലാവരുടെയും മുമ്പിൽ താൻ താന്നു കൊടുത്തത് വേറെ ഒന്നിനുമല്ല, അനന്തപുരിയിലെ അവകാശി, അതായത് അനന്തപുരിയിലെ അധികാരി, ആ ഒരു എന്തധികാരിയാണ് നമ്മുടെ ആ ഒരു എല്ലാ പവറോടും കൂടിയുള്ളൊരു അധികാരി ആയിരുന്നു നമ്മുടെ ദേവയാനി. അപ്പൊ ആ ഒരു അധികാരം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ദേവയാനി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നയന തന്ത്രപൂർവ്വം കളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നയന നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പൊ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു നയന. ഈ സമയത്താണ് ആദർശ് ഓടി ചെല്ലുന്നത്. ആദർശ് ഓടി നയനയുടെ അടുത്ത് ചെന്നിട്ട്, അതെ, എന്നോട് അമ്മ മിണ്ടീന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ മിണ്ടീന്നോ? അതിനിപ്പോ എന്താ അമ്മ മിണ്ടീന്ന് ഓർത്ത എന്ന് ചോദിച്ചപ്പം, അല്ല, എന്നോട് അമ്മ മിണ്ടാതിരിക്കല്ലായിരുന്നോ, എന്നോട് മിണ്ടീന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അനിയുടെ അമ്മയോടും പറഞ്ഞു കേട്ടോ. അനിയുടെ അമ്മയോട് പറയാൻ കാരണം നമ്മുടെ ആദർശിന്റെ സന്തോഷം കണ്ടപ്പോഴത്തേക്കും അനിയുടെ അമ്മ ചോദിച്ചു, എന്താ പറ്റിയത് നിനക്ക് എന്നിങ്ങനെ ചോദിച്ചു ആദർശിനോട്. ആദർശ് എന്താ പറ്റിയത്, വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മ എന്നോട് മിണ്ടി പഴയ പോലെ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് എന്തോ സ്വർഗം കീഴടക്കിയ പോലെയുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്. അപ്പം നമ്മുടെ അനിയുടെ അമ്മ പറഞ്ഞു, അതെ, ഈ ഒരു സന്തോഷം നീ ഇവിടെ ഒന്നുമല്ല പ്രകടിപ്പിക്കേണ്ടത് നയനയുടെ അടുത്താണ്. കാരണം നയനമോള് കാരണമാണ് നിന്റെ അമ്മ നിന്നോട് മിണ്ടാൻ ഇടയായതും പഴയതുപോലെ തന്നെ നിന്റെ അമ്മ ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനൊക്കെ ഇടയായത് നിന്റെ ഭാര്യയായ നയനമോള് കാരണമാണെന്ന്. അപ്പോഴത്തേക്കും അതെങ്ങനെ നയന കാരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും എന്തും ഏതും ആയിക്കോട്ടെ, നമ്മുടെ ആദർശിന് അമ്മയൊന്നും മിണ്ടിയാ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ നയനയുടെ അടുത്ത് ചെല്ലുകയും നയനേനെ അങ്ങോട്ട് പൊക്കിയെടുത്ത് കറക്കുകയാണ്. അപ്പൊ നയന വിടുവിടെന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എന്താ പറ്റിയത്, എന്താ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ നീയാണ് എൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറഞ്ഞു. സ്റ്റാറോ? എന്ത് സ്റ്റാർ? നീയാണിപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നേടിത്തന്ന ആള് നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പം, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതെ, എന്നോട് അമ്മ മിണ്ടി. അമ്മ മിണ്ടിന്നോ? അതിനിപ്പോ എന്താ, എന്നോടും അമ്മ മിണ്ടി, എന്നോടും സംസാരിച്ചു. അതെനിക്ക് മനസ്സിലായി. അല്ല, നീ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ പിന്നെ നിന്നെയല്ലേ ഞാൻ എടുത്തു പൊക്കി കറക്കേണ്ടത്. എന്നിട്ട് വീണ്ടും കൈ പിടിച്ച് ഇങ്ങനെ വട്ടം കറക്കുകയാണ്. അങ്ങനെ ഈ വട്ടം കറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ നവ്യ അവിടെ വരുന്നത്. നവ്യ വന്ന് ഇതൊക്കെ കണ്ട് കുശുമ്പോടുകൂടി നോക്കി നിൽക്കുക. നമ്മുടെ നവ്യ എന്തൊക്കെ ആഗ്രഹിച്ചാണ് അഭിനെ വിവാഹം കഴിച്ചത്. ഇപ്പം അഭിക്ക് നമ്മുടെ നവ്യനെ വേണ്ടാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അസൂയ മൂത്തിട്ട്, എൻ്റെ ഈശ്വര, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദർശേട്ടന്റെ ഭാര്യ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനല്ലായിരുന്നു ഈ സ്ഥാനത്ത് വരികയും എന്നെ എല്ലാവരും സ്നേഹിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നോ? ഇതിപ്പം വലിയൊരു അബദ്ധമായി പോയല്ലോ ഈശ്വര, എന്നെ അല്ലായിരുന്നു ആദർശേട്ടൻ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ആ ഒരു കുറ്റബോധം മനസ്സിൽ വരികയാണ്. താൻ ചെയ്തതൊരു വലിയൊരു അപരാധമാണല്ലോ താൻ ചെയ്തത്. ഒരിക്കലും അത് നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് തനിക്ക് തിരിച്ചടിക്കുന്നത്. ആദർശേട്ടനായിരുന്നെങ്കിൽ തന്നെ പൊന്നുപോലെ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്നേനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് ചെന്ന് പിന്നെ അഭിയുടെ മെക്കിട്ടായി കയറ്റം. അഭിയോട്, അല്ലെങ്കിലും ഞാനിവിടുത്തെ ആരാ, എനിക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലല്ലോ, എൻ്റെ ഭർത്താവ് പോലും എനിക്കൊരു ഒരു പട്ടിയുടെ വില പോലും തരത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എല്ലാവർക്കും എന്നോടൊരു വിലയുണ്ടാകും? അവളെ കണ്ടില്ലേ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പം, എടി, അവളെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലേ അവൾ അതുപോലെയുള്ള കാര്യം ചെയ്തിട്ടാ. നീ പറ, നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നയന എന്ന് പറയുന്നവളെ തന്ത്രം പഠിച്ചവളാ. അവള് തന്ത്രപൂർവ്വമാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ സ്ഥാനം ഒന്നും കിട്ടാത്തത്.
നിന്റെ ചേച്ചിക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ അത് കുരുട്ടുബുദ്ധിയാ, കുരുട്ടുബുദ്ധി. കുരുട്ടുബുദ്ധി കൊണ്ട് എവിടെ പോയാലും അതിന് വിജയം കാണില്ല നവ്യ. നീ ആലോചിക്ക, നിന്റെ ചേച്ചീനെ നീ ഇവിടെ നിന്ന് വെളിയിലാക്കാൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ വിജയിക്കും, നിനക്ക് ഈ കുടുംബത്തിലെ നല്ലൊരു സ്ഥാനവും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നവ്യ ശപഥം ചെയ്യുകയാണ്. നോക്കിക്കോ, ഉടനെ തന്നെ അവള് ഈ വീടിന്റെ വെളിയിൽ പോകും, അത് ഉറപ്പാണ്. അവൾ ഈ വീടിന്റെ വെളിയിൽ പോയി എനിക്കായിരിക്കും പിന്നെ ഈ വീടിന്റെ അധികാരം കിട്ടുക. അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഇനി എന്റെ പോരാട്ടം അതിനു വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഹബിയാണെങ്കിൽ ഇവിടെ എത്ര പോരാടിയിട്ടും കാര്യമില്ലല്ലോ, ഇവളുടെ ചേച്ചി എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്ന് തന്നെ ഇവളെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. വീട്ടിലുള്ള 2 കീടങ്ങളെ അടിച്ചിറക്കി കഴിഞ്ഞാൽ ഈ അനന്തപുരി തറവാട്ടിന് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് എനിക്കൊരു കോടീശ്വരീനെ വിവാഹം കഴിക്കണം. എന്നിട്ട് ഈ അനന്തപുരി തറവാടിന്റെ എല്ലാ അധികാരവും എനിക്കും എൻ്റെ അമ്മയ്ക്കും വരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ നമ്മുടെ ജലജ വന്നിട്ട് എന്താ മോനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ലമ്മേ, ഞാന് നവ്യക്ക് കുറച്ച് തട്ടുപടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൾ ഏതായാലും ഇനിയിപ്പം അവളുടെ ചേച്ചിയുടെ സ്ഥാനം ഇവിടുന്ന് തട്ടിത്തെറിപ്പിക്കാൻ നോക്കും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മള് നയനയുടെ പുറകെ നടന്ന് നയനേനെ ഈ വീട്ടിൽ നിന്നും അതുപോലെ ഈ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കേണ്ട കാര്യമില്ല. അവളുടെ ചേച്ചിക്ക് വേണ്ടുവോളം തന്ത്രം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ സ്ഥാനം വേണമെങ്കിൽ നയന ഇറങ്ങാതെ അവൾക്ക് കിട്ടൂലെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവളും മന്ദബുദ്ധിയാണല്ലോ, പൊട്ടിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നയനയെ ഇറക്കാൻ നോക്കും. അതിന്റെ കൂടെ ആരും കൂടെ ഇറങ്ങാൻ പോകുന്നത് നവ്യ. നോക്കിക്കോ അമ്മേ, ഈ തവണ നമ്മൾ തന്നെയായിരിക്കും വിജയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അബി എവിടെ നിന്ന് വിജയിക്കും? ആർക്കറിയാം വിജയിക്കോ വിജയിക്കില്ലയോ എന്ന്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ അബിക്കാണ് സത്യം പറഞ്ഞാൽ നവ്യനേക്കാളും കുരുട്ടുബുദ്ധി ഉള്ളത്. കുരുട്ടുബുദ്ധിയിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അബി എല്ലായിടത്തും ചെന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ മകൻ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ലോകത്തിലെ അമ്മമാരെ മക്കള് സ്നേഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതുപോലെയല്ല, നിന്റെ മകൻ നിന്നെ സ്നേഹിക്കുന്നത് എത്രമാത്രമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ സന്തോഷമാണ് ഈ കാണുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിവിടെ വന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതിവിടെ വന്ന് പറയുക മാത്രമല്ല, പോയിട്ടുണ്ട് അവന്റെ ഭാര്യയോട് പറയാനും എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം ഇങ്ങനെ ഇരട്ടിക്കുകയാണ്. അതിനിടയിലായിട്ട് നമ്മുടെ ജലജ ഓരോ കുത്തിത്തിരിപ്പുമായിട്ട് ചെല്ലുന്നുണ്ട്. ഇത് അവളുടെ തന്ത്രമാണ്. അതുകൊണ്ട് ഏടത്തി ഒരു കാര്യം ചെയ്യണം, അവളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഈ വീട്ടിൽ കയറി നിരങ്ങുകയുള്ളൂ എന്ന് പറയുമ്പം അവളുടെ തന്ത്രം അതാണെങ്കിൽ എന്ത് തന്ത്രം എന്താണെന്ന് എല്ലാവരും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ രാവിലെ തന്നെ 6 മണിക്ക് തന്നെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വിശേഷം, അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും വിശേഷം ഒരു 6:45 കൂടിയും, പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാ വിശേഷങ്ങളും കാണണം. നിങ്ങളെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.